അപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ബാലുശ്ശേരി, കോഴിക്കോട് ബാലുശ്ശേരി വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പരദേവതാ ക്ഷേത്രമാണ് അത്. ആ ക്ഷേത്രത്തിലെ 20 പവൻ കവർച്ച ചെയ്യപ്പെട്ട സംഭവം അത് ജനൻ ടി വിയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അനഘ, ഞങ്ങളുടെ പ്രതിനിധി അനഘ അർഷനാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. അതിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാണാതായ 20 പവൻ എവിടെ പോയി എന്ന ഭക്തരുടെ ചോദ്യത്തിന് കൈമലർത്തുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. എന്തായാലും ഇതിൽ അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അന്വേഷണം സുതാര്യമായിട്ട് നടക്കുമോ എന്നുള്ളതാണ്. അനഘയിലേക്ക് പോകുന്നു. അനഘ കോഴിക്കോട് നിന്ന് ചേരുന്നു. അനഘ, എന്തായാലും അഭിനന്ദനങ്ങൾ. അനഘ, വലിയൊരു വാർത്തയാണ് പുറത്ത് വിട്ടത്. ബാലുശ്ശേരി കോട്ട ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പരദേവത, ഏറ്റവും വലിയ പരദേവതാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ 20 പവനാണ് അടിച്ച് മാറ്റിയത്. മലബാർ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർക്ക് അത് അറിയാം, പക്ഷേ അവർ ഒന്നും വിട്ടു പറയുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ വിനോദനെതിരെ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ട് പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുക. എന്താണ് വിശദ വിവരങ്ങൾ? വഞ്ചനാ കുറ്റത്തിന് മാത്രം ഒതുക്കി നിർത്താൻ പറ്റുമോ? അനിൽ നമ്പ്യാർ, കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു തട്ടിപ്പിന്റെ കഥ, മോഷണത്തിന്റെ കഥ പുറത്തു വന്നത്. ഈ ബാലുശ്ശേരിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെയാണ് ഒന്നും രണ്ടുമല്ല 20 പവനോളം ഭക്തർ ഈ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ച ഈ ഭഗവാന്റെ തേവരുടെ മുതലായിട്ടുള്ള 20 പവനോളം സ്വർണമാണ് അമ്പലത്തിൽ നിന്ന് കാണാതെ പോയിട്ടുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ നിയമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള വിനോദനാണ് എന്നാണ് ഭക്തർ ആദ്യം മുതൽ തന്നെ പറയുന്നത്. ഇത് 2016 ഈ ക്ഷേത്രത്തിലേക്ക് വിനോദൻ എക്സിക്യൂട്ടീവ് ഓഫീസറായി എത്തുന്നു. അതിനുശേഷം നീണ്ട 8 വർഷത്തോളം ആ ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി തുടരുന്നു. അതിനുശേഷം മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രത്തിലേക്ക് വരുന്നു. കൃത്യമായി ആ ക്ഷേത്രത്തിൽ എത്ര വസ്തുക്കളുണ്ട്, ഭഗവാൻ എത്ര കാണിക്കയായി ഭക്തർ സമർപ്പിച്ച എത്ര വസ്തുക്കളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ കണക്കുകൾ ശേഖരിക്കേണ്ടതുണ്ട്, അത് കൈമാറേണ്ടതുണ്ട്. പക്ഷേ ഈ വിനോദൻ ഒരു രീതിയിലുള്ള കണക്കും പിന്നീട് വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയില്ല. അതിനുശേഷം 1 വർഷത്തോളം ആ എക്സിക്യൂട്ടീവ് ക്ഷേത്രത്തിൽ തുടർന്നു. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ കൃത്യമായി തന്നെ മലബാർ ദേവസ്വം ബോർഡിനോട് ഈ കാര്യം ധരിപ്പിച്ചിരുന്നു, തനിക്ക് ഇത്തരത്തിൽ കണക്കുകൾ കൈമാറിയില്ല എന്ന്. ആ എക്സിക്യൂട്ടീവ് ഓഫീസറും ഈ ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് മാറിപ്പോയി. പിന്നെ ഏറ്റവും ഒടുവിൽ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രത്തിലേക്ക് വന്നു. ഇദ്ദേഹമാണ് കൃത്യമായി തന്നെ തനിക്ക് ഇത്തരത്തിലുള്ള കണക്കുകൾ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തതിനെ തുടർന്ന് ആ സമ്മർദ്ദത്തെ തുടർന്നും പിന്നെ ഭക്തരുടെ ആവശ്യത്തെ തുടർന്നുമാണ് ദേവസ്വം ബോർഡ് ഈ അമ്പലത്തിലേക്ക് എത്തുകയും ഒരു പരിശോധന നടത്തുകയും ചെയ്തത്. ആ പരിശോധനയാണ് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ മുതൽ നഷ്ടമായ വിവരം പുറത്തു വരുന്നത്. ഈ ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ചിട്ടുള്ള 20 പവനോളം കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ വിനോദനാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഈ മലബാർ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. ഈ വിനോദൻ കൃത്യമായി തന്നെ ഈ മുതൽ തന്റെ കൈവശമുണ്ട്, താൻ അത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷെ മലബാർ ദേവസ്വം ബോർഡ് ഒരു സമയം നൽകിയിരുന്നു, അത് കഴിഞ്ഞ ദിവസമായിരുന്നു. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ BJP പ്രവർത്തകരും ഭക്തരും ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പക്ഷേ വിനോദൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നില്ല. വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നിന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രമാണ് ഈ പോലീസ് ഏറ്റവും ഒടുവിൽ FIR ഇട്ട് വിനോദനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റത്തിനാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ കേസെടുത്തിരിക്കുന്നത് എന്നതാണ്. ഇതിൽ ഭക്തരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഈ വിനോദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമല്ല ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതാണ്. അനഘ, വളരെയധികം നന്ദി, വിശദമായിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും തുടരന്വേഷണം നടത്തുക. ഇതിൽ വിനോദൻ മാത്രമായിരിക്കില്ല, കൂടുതൽ കുറ്റക്കാരുണ്ടാവും.